അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ജസ്ന സ്പൈസസ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു ഓണിയൻ റിംഗ് ആണ്. അതിനുവേണ്ടി മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്, 2 ഓണിയൻ എടുത്തിട്ടുണ്ട്, ഒരു വൈറ്റ് വലിയ ഓണിയനും സാധാരണ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഓണിയനും എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട്, 2 മുട്ട, ആവശ്യത്തിന് മൈദപ്പൊടി, പിന്നെ എടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ്. ഫസ്റ്റ് നമുക്ക് ചീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. മൊസറല്ല ചീസ് തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി എടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഓണിയനിൽ സ്റ്റഫ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഒരു ഷേപ്പിലും ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. അപ്പോൾ ചീസൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചീസൊക്കെ പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് ഓണിയൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. റൗണ്ട് ഷേപ്പിലാണ് ഇത് വേണ്ടത്. കുറച്ചൊരു കട്ടിയിലും ചെയ്തെടുക്കണം. അപ്പോൾ അതിന് കറക്റ്റ് ടെക്സ്ചർ അതിന് കിട്ടുകയുള്ളൂ ഈ ഓണിയൻ റിംഗ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് വേണ്ടത്. ചീസ് നമ്മളിതിൽ സ്റ്റഫ് ചെയ്താണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ അടർത്തി മാറ്റി വെക്കുക. അപ്പോൾ ബാക്കിയുള്ള ഓണിയനും കൂടെ സെയിം നേരത്തെ ചെയ്തതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് അടർത്തി മാറ്റി ഒന്ന് വെക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാ ഓണിയൻ റിംഗ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം 2 ഓണിയൻ എടുത്ത് നമ്മൾ ചീസ് അതിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കണം. ഒരു വലിയ ഓണിയൻ റിങ്ങും ഒരു ചെറുതും എടുക്കുക. അതിനുശേഷം അതിൻ്റെ മിഡിലായിട്ട് ഇതുപോലെ ചീസ് വെച്ച് സ്റ്റഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഓണിയൻ റിങ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറില്ല. ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ നിങ്ങൾ ചെയ്തെടുക്കുക. ബാക്കിയുള്ള ഓണിയൻ റിങ്ങും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഓണിയൻ റിങ്ങിൻ്റെ കൂടെ ഈ ചീസും കൂടെ വരുമ്പോൾ നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാ ഓണിയൻ റിങ്ങും ഇതുപോലെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 2 മുട്ട എടുത്തിട്ടുണ്ട്, അത് പൊട്ടിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അടുത്തത് ഈ ഓണിയൻ റിങ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് മുട്ടയിലിട്ട് നന്നായി ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം മൈദയിലിട്ട് എല്ലാ സൈഡിലും നന്നായി ഇതുപോലെ കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം പിന്നെയും ഇതുപോലെ മുട്ട അടിച്ചതിലേക്ക് തന്നെ ഇട്ടതിന് ശേഷം ഒന്നുകൂടെ നന്നായി കോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ബ്രെഡ് ക്രംസിലിട്ട് എല്ലാ സൈഡിലും നന്നായി ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. ആ ഓണിയനും ചീസൊന്നും പുറത്ത് കാണാത്തതുപോലെ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല റൗണ്ട് ഷേപ്പിലും കിട്ടും. അതുപോലെ ചീസും ഇതൊന്നും പുറത്തേക്ക് കാണുകയില്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഓണിയൻ റിങ്ങൊക്കെ അതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓണിയൻ റിങ്ങൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ.
അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ഈ ഓണിയൻ റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ഓണിയൻ റിങ്ങും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ഓണിയൻ റിങ്ങും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഓണിയൻ റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളെ കമൻസിൽ അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുന്നതാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.